തിരുവോണപ്പുലരികൾ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. നാളെ ഓണവും നബിദിനവും ഒന്നിച്ച്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. സാധാരണ ഓണത്തിന് ഇന്ത്യൻ പച്ചക്കറികൾക്ക് വില കുതിച്ചുയരാറുണ്ടെങ്കിലും ഇത്തവണ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വലിയ വില കൂടുതൽ ഇല്ല. അതേസമയം ഓണ വിഭവങ്ങൾ ഒരുക്കുന്ന പച്ചക്കറികൾക്കും പൂക്കളത്തിലിടുന്ന പൂവുകൾക്കും വില പതിവിലും കൂടുതലാണ്. ബർദുബൈയിലെ അമ്പലത്തിലും ഇന്ന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗൾഫ് നാടുകളിൽ നബിദിനത്തിന്റെ അവധിയായതുകൊണ്ട് തന്നെ ഓണം കെങ്കേമമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫിലെ മലയാളികൾ. എല്ലാവർക്കും ചാനൽ 5+ന്റെ ഓണം നബിദിനാശംസകൾ. യമനിലെ ഹൂതി വിമതരുടെ മേൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 10 ബാധകൾ വരുത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇസ്രായേൽ കാറ്റ്സ് സർവനാശത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. അടിമകളായ ഇസ്രായേലിയരെ മോചിപ്പിക്കുമെന്ന് ഫറവോനെ ബോധ്യപ്പെടുത്താൻ എബ്രായ ദൈവം ഈജിപ്തിൽ വരുത്തിയതായി പുറപ്പാടിന്റെ പുസ്തകം പറയുന്ന 10 ദുരന്തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ദുബായിൽ ഹൈവേകളിൽ നിശ്ചിത വേഗത കുറച്ച് വാഹനങ്ങൾ ഓടിച്ചാൽ 400 ദിർഹം പിഴ. വേഗപരിധി കവിയുന്നത് പോലെ തന്നെ അപകടകരമാണ് വേഗപരിധി കുറയുന്നതെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതിരുന്നാലും പിഴ ലഭിക്കും. UAE റോബ്ലോക്സ് താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കി. സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ നടപടി. കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന മാറ്റങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും കമ്പനിയും തമ്മിലുള്ള ചർച്ചകളിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലെ പ്രായം കുറഞ്ഞ ഉപയോക്താക്കൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. പുതിയ ക്രമീകരണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന് ഇരു കക്ഷികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായിൽ നബിദിനത്തോടനുബന്ധിച്ച് നാളെ പൊതു പാർക്കിംഗ് സൗജന്യം. അതേസമയം മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കും അൽക്കൈൽ ഗേറ്റ് പാർക്കിംഗ് ഏരിയയിലും ഈ സൗജന്യം ബാധകമായിരിക്കില്ലെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. ഒമാനിലെ സലാലയിൽ തിരുവനന്തപുരം സ്വദേശി തൂങ്ങി മരിച്ചു. പേട്ട 3-ാം മനയ്ക്കൽ കഴിവിലകം വീട്ടിൽ അനുകുമാർ ചന്ദ്രനെയാണ് സനയ്യയിലെ ഇദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 50 വയസ്സായിരുന്നു. വടക്കേക്കാടിനടുത്ത് ഞമനേങ്ങാട് കരുവമ്പായി നിസ്കാരപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന തറയിൽ ഫസ്ലു അന്തരിച്ചു. ഖബറടക്കം നാളെ രാവിലെ ഞമനേങ്ങാട് പള്ളി ഖബറിസ്ഥാനിൽ നടക്കും. ഇനി പ്രവാസികൾ അറിയാൻ. UAE റെസിഡൻസ് വിസയുള്ളവർ രാജ്യം വിട്ടുപോകുമ്പോൾ അവിടെ എമിറേറ്റ്സ് ID എടുക്കാൻ വിട്ടുപോകരുത്. നാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ എമിഗ്രേഷനിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം താമസ വിസ ഇപ്പോൾ എമിറേറ്റ്സ് IDയുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് UAE വിസയുണ്ടെന്ന് തെളിയിക്കാനുള്ള ഏക മാർഗം അതാണ്. അതുകൊണ്ട് ഓർക്കുക, രാജ്യം വിട്ടുപോകുമ്പോൾ എമിറേറ്റ്സ് ID എടുക്കാൻ മറക്കരുത്.